കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം. തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. കെട്ടിടത്തിലെ കൂട്ടിച്ചേർക്കൽ അനുമതിയോടെയാണെന്നും പരിശോധിക്കും. വിവിധ വകുപ്പ് മേധാവികൾ പങ്കെടുത്തുകൊണ്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരും. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടെങ്കിൽ നടപടിയുണ്ടാകുമെന്നും മേയർ പറഞ്ഞു. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പ്രതികരിച്ചു. രക്ഷാപ്രവർത്തനം വൈകിച്ചത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. പോലീസ് തലത്തിലും അതുപോലെ തന്നെ അഗ്നിശമന രംഗത്തു നിന്നും അതുപോലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഇവരെല്ലാം വിദഗ്ധമായ പരിശോധന നടത്തിയിട്ടേ കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇതിൻ്റെ തുടക്കം എന്താണെന്ന് അറിയാൻ കഴിയും. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് പുറത്തുവിടാൻ സാധിക്കും. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണമല്ലോ. എങ്ങനെയാണ് വീഴ്ചയുണ്ടത്, ആരുടെ ഭാഗത്താണ് വീഴ്ചയുണ്ടായത്, എന്തുകൊണ്ടാണ് വീഴ്ചയുണ്ടായത്, ഇതാണല്ലോ നമുക്കറിയേണ്ടത്. അപ്പോൾ മാത്രമല്ലേ തിരുത്താൻ കഴിയൂ. അല്ലാണ്ട് വീഴ്ചയാണെന്നൊരു പൊതു നിഗമനത്തിലെത്തി വീഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു നിഗമനത്തിലെത്തണമെങ്കിൽ ഉത്തരവാദിത്വം ആരാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ വിശദമായ പരിശോധന. മറ്റേ നമ്മുടെ ഒരു നിഗമനമാണ്. ആ നിഗമനം തെറ്റല്ല, സ്വാഭാവികമായി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഉത്തരവാദികളാരാണ്, അതാണല്ലോ നമുക്ക് കണ്ടെത്തേണ്ടത്. ആ ഉത്തരവാദികളെ കണ്ടെത്തി അവർക്ക് മാതൃകാപരമായ ശിക്ഷ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കുക, പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ അത് മുന്നോട്ട് വെച്ച് അതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നത്. ഗവൺമെൻറ് ഈ കാര്യം ഗൗരവത്തിലാണ് കാണുന്നത്. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. നന്ദഗോപാൽ, കോഴിക്കോട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിൽ കണ്ടത്. ഇന്നിപ്പോൾ മന്ത്രിയും മേയറും ഒക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എന്നാണ് പറയുന്നത്, ഈ വീഴ്ച സംബന്ധിച്ച് എന്ത് നിഗമനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്? അതായത് ഇന്നലെ ഈ ഒരു തീപിടുത്തം ഉണ്ടായ സമയത്ത് ഇവിടെ കോൺഗ്രസ് നേതാക്കളൊക്കെ എത്തി നടത്തിയ ഒരു ആരോപണം, ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം അനധികൃതമാണ്, ഇങ്ങോട്ട് കൂട്ടിയെടുത്തതൊക്കെ അനധികൃതമായാണ്, പൂർണ്ണമായും കെട്ടിയടയ്ക്കുകയായിരുന്നു ഈ കെട്ടിടം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോയി, അല്ലെങ്കിൽ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ ഒരു അനധികൃത നിർമ്മാണം പോയി എന്നൊരു ആരോപണം അവർ ഉന്നയിച്ചിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതും ഇത് തന്നെയാണ്. അതായത് ഈ ഷേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും കെട്ടിയടച്ചുകൊണ്ടാണ് ഈ ഒരു വസ്ത്ര സ്ഥാപനം അത് ഗോഡൌൺ ആക്കി മാറ്റിയത്. അപ്പോൾ അവിടെയൊന്നും അത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ പാടില്ല എന്നുള്ളതാണ് നേരത്തെ തന്നെ നിയമമുള്ളത്. പ്രത്യേകിച്ചും മുട്ടായി തെരുവിൽ വലിയൊരു തീപിടുത്തം ഉണ്ടായ സമയത്തുണ്ടായ വലിയ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു ഈ സ്ഥാപനങ്ങളൊന്നും തന്നെ കെട്ടിയടയ്ക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും ഇവിടെ ലംഘിച്ചു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നീട് JCB ഉൾപ്പെടെ ഇന്നലെ കൊണ്ടുവന്ന ഈ കെട്ടിയടച്ച സ്ഥലങ്ങൾ, തകര ഷീറ്റ് കൊണ്ട് കെട്ടിയടച്ച സ്ഥലങ്ങളൊക്കെ പൊളിച്ചാണ് ഫയർഫോഴ്സ് തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചത്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ, അത്തരത്തിൽ ഒരു അനധികൃതമായ നിർമ്മാണം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുമെന്നുള്ളതാണ് മേയർ പറയുന്നത്. പക്ഷേ മേയറിന്റെ വാക്കുകൾ അത്ര തൃപ്തികരമല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെട്ടിട്ടില്ല എന്നുള്ളതാണ് മേയർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയ ശേഷം മാത്രമേ നടപടി സ്വീകരിക്കൂ എന്നുള്ളതും മേയർ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നഗരമധ്യത്തിലുള്ള, നഗരഹൃദയത്തിലുള്ള ഒരു കെട്ടിടമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലംഘനം നടന്നിട്ടും അത് ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഒരു വീഴ്ചയായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക്, ഏത് തരത്തിലുള്ള നടപടിയിലേക്കും അധികൃതർ പോകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ചും ഇത് കോർപ്പറേഷന്റെ കെട്ടിടമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു അനധികൃത നിർമ്മാണം നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. ഏതായാലും ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലൊക്കെയും ചർച്ച നടത്തിയ ശേഷമായിരിക്കും കൂടുതൽ നടപടിയിലേക്ക്, ഏത് തരത്തിലുള്ള പിഴവുകളാണ് ഇവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ എന്നുള്ളതും മനസ്സിലാക്കുന്നു. അതോടൊപ്പം മന്ത്രി എ.കെ. ശശീന്ദ്രനും ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. ഈ കൂടുതൽ പരിശോധന നടത്തും, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ളത് മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക എന്നുള്ളതും മനസ്സിലാക്കുന്നു. 10 മണിയോട് ഇപ്പോൾ മേയർ അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് തീ അണയ്ക്കുന്നതിന് ഏറ്റവും ബുദ്ധിമുട്ടായത് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കിയത് അതിനകത്ത് ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള കെട്ടിടത്തിനുള്ളിലെ ഈ കൂട്ടിച്ചേർക്കലുകളൊക്കെ അധികൃതർ അറിഞ്ഞ് നടത്തിയ കാര്യം തന്നെയാണോ? ആ വിഷയത്തിലൊക്കെ ഒരു പ്രതികരണം മേയറുടെ ഭാഗത്തുനിന്നോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ?
മേയറുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്നലെ ഏറ്റവും വലിയ പ്രതിസന്ധി ആയതായി കൂട്ടിച്ചേർക്കലുകൾ കെട്ടി അടച്ചുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ JCB കൊണ്ട് പൊളിച്ചപ്പോൾ മാത്രമാണ് ആ തീ ഒന്ന് നിയന്ത്രിക്കാൻ സാധിച്ചത്. അതും 4 മണിക്കൂറിന് ശേഷമൊക്കെയാണ് JCB എത്തിച്ച് ഇത്തരത്തിലൊരു പൊളിക്കലിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അതുവരെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു നിലയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഓരോ ഭാഗത്തും തീ അണയ്ക്കുമ്പോൾ ഫയർഫോഴ്സ് യൂണിറ്റിലെ വെള്ളം തീരും, അവർ അത് നിറയ്ക്കാൻ പോകുമ്പോൾ വീണ്ടും ഇവിടെ കത്തിപ്പിടിക്കും. അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ആദ്യ മണിക്കൂറുകളൊക്കെ കടന്നു പോയത്. അപ്പോൾ ഈ കാര്യത്തിൽ മേയറുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. വിഷയം പഠിക്കട്ടെ, വിഷയത്തിൽ ഒരു പരിശോധന നടത്തിയ ശേഷം നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് മേയർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തന്റെ ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടില്ല എന്നുള്ളതും മേയർ പറയുന്നു. പക്ഷേ ഇത് കോർപ്പറേഷന്റെ കീഴിലുള്ള കെട്ടിടമാണ് എന്നുള്ളത് ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു കെട്ടിടത്തിൽ, നഗരഹൃദയത്തിലുള്ള കെട്ടിടത്തിൽ ഇത്തരത്തിൽ വലിയൊരു പിഴവ് സംഭവിച്ചിട്ടും ആ കാര്യം മേയറുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇനി മേയറുടെ അല്ലെങ്കിൽ പോലും ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വീഴ്ചയാണ്. ആ കാര്യത്തിൽ ഏത് തരത്തിലുള്ള നടപടിയിലേക്കാണ് പോവുക എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെ ചേർന്ന ശേഷം, ഒപ്പം ഈ ഫയർഫോഴ്സിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ച ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണം അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഇന്നലെ ഫയർഫോഴ്സിന് ഇതിനകത്ത് കൂടുതൽ പരിശോധനകൾ നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ന് രാവിലെ തീ പൂർണ്ണമായും അണച്ചു, സുരക്ഷിതമായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം 10 മണിയോടുകൂടിയാണ് ഒരു വ്യക്തമായ പരിശോധന നടത്തുക. ഈ പരിശോധനയിൽ കൃത്യമായും പരിശോധിക്കുന്നത് എത്രത്തോളം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഒപ്പം ഇതിനകത്ത് ഈ ഒരു തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ സംവിധാനം, അതായത് ഫയർ ഓഡിറ്റ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എത്രത്തോളം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കെട്ടിടം ഇങ്ങനെ നിർമ്മിക്കുന്നതിൽ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനുശേഷം ഫയർഫോഴ്സ് കൂടെ ഒരു റിപ്പോർട്ട് നൽകിയ ശേഷമായിരിക്കും എത്ര ഗുരുതരമായിരുന്നു ഈ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ.